അച്ഛൻ്റെ ഉണ്ണിയെ നീ എവിടെയാടാ പോലെ? കുന്നോളം ചൊപ്പനം കണ്ട് മുളിപ്പാട്ടൊന്ന് പാടിയുറക്കി. കുന്നോളം ചൊപ്പനം കണ്ട് മുളിപ്പാട്ടൊന്ന് പാടിയുറക്കി. കുരിരുളിൻ്റെ മറവിൽ ഒന്നു പിളർന്നങ്ങു വന്നേ ഈ കൂട്ടുകുടുംബം പൊലിഞ്ഞേ. വിനോദ് കോവൂര് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ആളുകളെ ചിരിപ്പിച്ച് മതി വരാത്തൊരാളായിട്ടാണ്. എന്തായാലും ഓണത്തിന് അദ്ദേഹം ഒരുപാട് ആളുകളെ വല്ലാതെ നമ്മളെയൊക്കെ കരയിച്ച് കളഞ്ഞു. അത്രയും ഹൃദയസ്പർശിയായ ഒരു ആൽബം ആണ് ഉണ്ടായിട്ടുള്ളത്. വിനോദേട്ട, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? മണിത്താമര എന്നെ വിളിച്ചിട്ട്, വിനോദേട്ട ഞാനിങ്ങനെ കലാപമണിക്ക് ഒരുപാട് പാട്ടുകളൊക്കെ കൊടുത്തൊരാളാണ്, അപ്പോൾ എനിക്ക് ഇങ്ങളെ വെച്ചൊരു പാട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരാശയം, നമ്മളൊക്കെ സന്തോഷിക്കുകയാണ് ഓണത്തിന്. പക്ഷെ മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഓണം ഭയങ്കര വിഷമമായിരിക്കും. അവരെന്തായാലും പൂക്കളൊരുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അവർ ഒന്ന് കരയും. എനിക്ക് ആ സ്ഥലമായിട്ട് ഭയങ്കര വൈകാരികമായൊരു ബന്ധമുണ്ട്. ആ സ്ഥലം ഞാൻ അന്ന് നടന്ന് കണ്ടതുമാണ്. ഇപ്പോൾ സമദാനിയോ ആരൊക്കെ വിളിച്ചു അല്ലേ? ആരൊക്കെ കുറേ പേര് വിളിച്ചു. സമദാനി സാറ് വിളിച്ചു, പിന്നെ ഗോപിനാഥ് മുതുകാട് സാറ്, പിന്നെ നമ്മുടെ കോഴിക്കോട് മേയർ, ഒരുപാട് പേര് കലാരംഗത്തുള്ള ഒട്ടനവധി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കണു, എന്നെ വിളിക്കുന്നു. തീർച്ചയായും നമുക്കിതിൽ കാണിക്കേണ്ട ഒരാളുണ്ട്. ക്യാമറ കുറച്ച് താഴ്ത്തിയാലേ അവനെ കാണുള്ളൂ. നീ ആയിരുന്നു അഭിനയിച്ചത് വിനോദേട്ടൻ്റെ കൂടെ അല്ലേ? അയൽവാസിയും കൂടിയാണ് അല്ലേ? എന്താ പേര്? അദ്വിക്. ആദ്യമായിട്ടാണ് ഓരോതിൽ അഭിനയിക്കുന്നത്? ആണ്. എന്താണ് തോന്നിയത്? ആ ഒരു ശരിക്കും അതങ്ങ് ഏറ്റെടുത്ത പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? അതങ്ങ് വന്നു അല്ലേ? എന്തായാലും അടിപൊളി, കൺഗ്രാറ്റ്സ് കേട്ടോ. എന്നുള്ള എൻ്റെ ആ വിളിയില്ലേ, ആ പാട്ട് പൂർണ്ണമാകാൻ കാരണം എൻ്റെ പൊന്നു മോനുള്ളത് കൊണ്ടാണ്. ആ ഒരു രണ്ടു വരി ഒന്നുകൂടെ പാടും. ചിങ്ങത്തിലോണം വന്നാലുണ്ണിക്ക് പുള്ളിയുടുപ്പൊന്നു വേണ്ടേ, കൂട്ടുകാരൊത്തൊരുമിച്ച് പൂക്കൾ പറിക്കാനും പോണ്ടേ, അപ്പനും അമ്മയും ഉണ്ണിയും പൂക്കളമൊക്കെ ഒരുക്കുമ്പോ നമ്മുടെ മണ്ണാണെന്ന് നമ്മൾ കരുതിയിരുന്നപ്പോ മലമേലെ ഊറിയ മണ്ണ് മുണ്ടക്കൈ മക്കളെ തിന്നീലേ. കലാപമണിക്ക് ഒരുപാട് പാട്ടുകൾ എഴുതി കൊടുത്ത ആളാണ്. എങ്ങനെയാണ് വിനോദേട്ടനിലേക്ക് എത്തുന്നത്? മണിച്ചേട്ടന് വിരലെണ്ണാവുന്ന പാട്ടുകൾ അതെല്ലാം സൂപ്പർ ഹിറ്റാണ്. ഓട്ടോ പാട്ട്, അതുപോലെ തന്നെ എനിക്ക് മണിച്ചേട്ടന് കൊടുത്തൊരു അപ്പാപ്പം കെട്ടിയിട്ട് വേലി എന്നുള്ള ഒരു പാട്ടുണ്ട്. അതിൻ്റെ രണ്ട് പേര് ലയം പാട്ട് ഇതിലേക്ക് പോവാം. കറക്റ്റാണ്. അപ്പാപ്പം കെട്ടിയിട്ട വേലിന്ന് പീച്ചിങ്ങ രണ്ടു വലിച്ചിട്ട് മാന്തളം പീച്ചെങ്ങിയും കൂടെ വറ്റിച്ച് തിന്നില്ലടി നമ്മൾ, മൺകലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചോറുണ്ടില്ലടി. ഈ നോവാണ് എനിക്ക് നമ്മുടെ ഏട്ടൻ്റെ അടുത്ത് എത്തിക്കാൻ കാരണം. നമുക്കൊക്കെ ഓണം ഉണ്ടാകും, പക്ഷേ മുണ്ടക്കൈ ചുരലുമുള്ളവർക്ക് ഓണമില്ല. അത് കഴിഞ്ഞപ്പോൾ പലരും മറന്നു കാണും, ചിലർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിലാണ് ഞാനും. നമുക്കതൊന്ന് ചെയ്താലും. എനിക്ക് സത്യമായിട്ട് കണ്ണു നിറഞ്ഞു പോയി. ഭയങ്കര ഒരു സന്തോഷമായി. കാരണം നമ്മൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ശരിക്കും ചൂരൽമലയിലുള്ള ഒരു ഫാമിലിയെ പോലെയാണ് കാണുന്നതെന്നാണല്ലോ എന്നെ കാണാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയണത്. തീർച്ചയായും ഇതിപ്പം ക്യാമറ എഡിറ്റിങ്, അതുപോലെ തന്നെ അഭിനേതാക്കൾ എന്നതുപോലെ തന്നെ ആ പ്രമേയവും ആ തീമും വലിയ തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഏതായാലും ആളുകൾ അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ടക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.